ഇന്ന് നമുക്ക് വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അതാണ് 11-11 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. നിങ്ങൾ പലപ്പോഴും ക്ലോക്കിൽ 11-11 കാണാറുണ്ടോ? ചിലർ അതിനെ ഒരു പ്രത്യേക സമയമായി കണക്കാക്കുന്നു. എന്നാൽ യഥാർത്ഥ ശക്തി ആ ഒരു സമയത്തിലല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധയിലും വിശ്വാസത്തിലുമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു ലളിതമായ റൈറ്റിംഗ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? മാനിഫെസ്റ്റേഷൻ എന്നത് നമ്മുടെ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും വ്യക്തമായി മനസ്സിൽ കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്ന് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിൽ മാത്രം സൂക്ഷിക്കുമ്പോൾ അത് പലപ്പോഴും മങ്ങിപ്പോവും. എന്നാൽ അത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സ് അതിനെ കൂടുതൽ ഗൗരവമായി കാണാൻ തുടങ്ങുന്നു. എന്തുകൊണ്ട് എഴുതണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ തലച്ചോറ് എഴുതിയ കാര്യങ്ങളെ കൂടുതൽ വ്യക്തമായിട്ട് ഓർക്കുന്നു. നിങ്ങളൊരു ലക്ഷ്യം എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനുള്ള അവസരങ്ങളും വഴികളും കണ്ടെത്താൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് പല വിജയികളായിട്ടുള്ള ആളുകളും ഗോൾ ജേർണലിംഗ് ചെയ്യുന്നത്. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് രാത്രിയിലോ പകലോ ചെയ്യാവുന്നതാണ്. 11:11 ആകുന്ന സമയത്ത് ഈ ഒരു നോട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിലെടുക്കുക. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകം നടന്നു കഴിഞ്ഞതുപോലെ അതിലേക്ക് എഴുതുക. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ സ്വപ്ന ജോലി നേടിയിരിക്കുന്നു. എൻ്റെ കുടുംബം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നു. ഞാൻ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇങ്ങനെ പ്രസൻറ്റ് ടെൻസിൽ എഴുതിക്കൊണ്ടിരിക്കുക. പ്രധാന നിയമങ്ങളിൽ ഒന്നാമത്തേത് പോസിറ്റീവ് വാക്കുകൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വേണ്ട എന്നതിന് പകരം എൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാണ് എന്നെഴുതുക. രണ്ടാമത്തേത് വികാരത്തോടെ എഴുതുക. ആ കാര്യം ഇതിനകം ലഭിച്ചതുപോലെ സന്തോഷം അനുഭവിക്കുക. മൂന്നാമത് സ്ഥിരമായിട്ട് ചെയ്യുക. ഒരു ദിവസം എഴുതിയിട്ട് മറക്കരുത്. കുറഞ്ഞത് 21 ദിവസം തുടർച്ചയായി എഴുതാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഇതിൻ്റെ സീക്രട്ട് ഞാൻ പറയാം. എഴുത്തിലൂടെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു. നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളും മാറുന്നു, പ്രവർത്തനങ്ങളും മാറുന്നു. പ്രവർത്തനങ്ങൾ മാറുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ മാറുന്നു. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ്റെ യഥാർത്ഥ ശക്തി വിശ്വാസത്തിലും സ്ഥിരതയുള്ള പ്രവർത്തനത്തിലുമാണ്. ഒരു ചെറിയ എക്സസൈസ് ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ നടന്നതുപോലെ എഴുതുക. ഉദാഹരണത്തിന്, ഞാൻ സാമ്പത്തികമായി സമൃദ്ധനാണ്. ഞാൻ ആരോഗ്യവാനാണ്. ഞാൻ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. ശേഷം അത് ദിവസവും നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുക. ഓർക്കുക, എഴുത്ത് വെറും വാക്കുകളല്ല, അത് നിങ്ങളുടെ ചിന്തകളെ ക്രമപ്പെടുത്തുന്ന ഒരു ശക്തമായ ഉപകരണമാണ്. എഴുതൂ, വിശ്വസിക്കൂ, പ്രവർത്തിക്കൂ. കാരണം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വെറും ആഗ്രഹം കൊണ്ടല്ല, അതിന് പിന്നാലെ സ്ഥിരതയുള്ള പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ്. എല്ലാം എഴുതി നേടാം. എഴുതിയതെല്ലാം നടക്കട്ടെ. ശുഭാംസ്തു.